ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ മോര് കറിക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അരച്ച മോര് കറി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള മോര് കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് എത്താൻ തന്നെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ അടിച്ചെടുത്തിട്ട് വേണം നമ്മൾ ആദ്യം ഇത് ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇത് അടിച്ചെടുത്ത തൈരാണ്. ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്, മുളക് പൊടിയല്ല. ഈ കളറ് ഈ ക്യാമറയുടെ ലൈറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു കളറ് വ്യത്യാസമുണ്ട്. പക്ഷേ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്, മുളക് പൊടിയല്ല. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ തൈര് അടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനത് മറന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അവിടെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടൊരു അരപ്പും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇത് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചിരിക്കുന്നത്. അപ്പോൾ അരച്ച പേസ്റ്റും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുറച്ച് ലൂസായിട്ടുള്ള മോര് കറിയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കുറച്ച് ലൂസാക്കി എടുത്തത്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയിലാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതിയാവും. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴൊന്നും നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ടില്ല കേട്ടോ. സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതൊക്കെ ചേർത്തിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിലോട്ട് വെക്കാം. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിനി ഒരുപാടങ്ങ് തിളയ്ക്കൊന്നും ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാവേ ചെയ്യാവൂ. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കളറൊക്കെ ഒന്ന് മാറി വന്നത്. തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ മോര് കറി തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, മുകളിൽ കണ്ടില്ലേ, തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. മതി. ഇനി നമുക്ക് കടുകും കൂടി താളിച്ച് ചേർക്കാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ, 2 വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില ചേർക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. അതായത് പെരുങ്കായപ്പൊടിയാണ് ചേർത്തിരുന്നത്. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകാതെ നോക്കണം. ഏറ്റവും അവസാനം വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ തേങ്ങ അരച്ച മോര് കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്